Hallelujah. 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 Truly a great joy to be in the presence of the Lord, to worship the Lord in spirit and in truth. കർത്താവിൻ്റെ സന്നിധിയിൽ ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിപ്പാൻ വന്നു നിൽപ്പത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. Hallelujah. Hallelujah. I thank God for Pastor Zach Roberts, who has come from Madurai. Let us give a big hand for him. ഇന്ന് മധുരയിൽ നിന്ന് വന്നിട്ടുള്ള പാസ്റ്റർ സാക്ക് റോബർട്ട്സ് ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ നമുക്ക് കൈകളടിച്ച് We are so സ്വീകരിക്കാം. blessed by your worship. നിങ്ങളുടെ സ്തോത്രഗീതങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒന്നായിരുന്നു. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. And once again I welcome you in the name of our Lord and Savior Jesus Christ. നിങ്ങൾ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. And all those who are joined in the service online. ഓൺലൈനിൽ നമ്മോടൊപ്പം ചേർന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ വാഴ്ത്തുന്നു. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Even this morning ഇന്ന് രാവിലെ നമ്മുടെ ചിന്തയ്ക്കായി we are going to meditate on one of the greatest blessing a child of God can receive. ഇന്ന് ഒരു ദൈവ പൈതലിന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. And that blessing is the hope of eternal life. അത് നിത്യജീവൻ പ്രാപിക്കും എന്ന വിശ്വാസം ആണ്. Hallelujah. ഹല്ലേലൂയ. Turn with me to Titus chapter 3 verse 4 to verse 7 we shall read. തീത്തോസ് 3-ാം അധ്യായത്തിന്റെ 4 മുതൽ 7 വരെയുള്ള വചനങ്ങൾ നമുക്ക് പഠിക്കാം. Shall we read it? നമുക്ക് ആ വചനം പഠിക്കാം. But when the kindness and the love of God our Savior towards man appeared, not by works of righteousness which we have done, but according to his mercy he saved us through the washing of the regeneration and renewing of the Holy Spirit, whom he poured out on us abundantly through Jesus Christ our Savior, that having been justified by his grace, we should become heirs according to the hope of eternal life. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളാൽ അല്ല, തൻ്റെ കരുണപ്രകാരമത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടും പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ എന്ന് തിരുവചനം പറയുന്നു. Hallelujah. ഹല്ലേലൂയ. 7th verse says, 7-ാം വചനം ഇങ്ങനെ പറയുന്നു. Tamil it is 6th verse, മലയാളത്തിൽ 6-ാമത്തെ വചനം, we should become heirs according to the hope of eternal life. പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് എന്ന് ഇവിടെ തിരുവചനം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. Hallelujah. ഹല്ലേലൂയ. Today, if there is a great hope, if we would have, it is the hope of eternal life. ഇന്ന് നമുക്കുള്ള ഏറ്റവും വലിയ വിശ്വാസം എന്തെന്ന് ചോദിച്ചാൽ അത് നിത്യജീവൻ പ്രാപിക്കുന്നതാണ്. According to 1 John chapter 5 and verse 11, 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 11-ാം വചനം വായിക്കുമ്പോൾ this blessing of the hope of eternal life is only found in our Lord Jesus Christ. നമ്മൾ വിശ്വസിക്കുന്ന നിത്യജീവൻ എന്ന അനുഗ്രഹം പ്രാപിക്കാൻ ഉള്ള ഒരേ മാർഗം അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. Look at the worldly people. നമ്മൾ ലോകത്തിന്റെ ജനതയെ നോക്കണം. When their loved one passes away, അവരുടെ പ്രിയപ്പെട്ടവർ ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ family, friends, relative, they weep bitterly for them. അവരുടെ കുടുംബാംഗങ്ങളും അവരുടെ സുഹൃത്തുക്കളും അവർക്ക് വേണ്ടി ദുഃഖിതരാകും. When we also lose our loved ones, we cry and grieve for them. നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ സ്നേഹിതർ ഈ ലോകം വിട്ട് പോകുമ്പോൾ, അവർ മരിച്ചു പോകുമ്പോൾ നമ്മൾ കരയുന്ന ദുഃഖിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. But there is a difference between they grieving and us grieving. പക്ഷേ അവരുടെ ദുഃഖത്തിനും കണ്ണീരിനും നമ്മുടെ ദുഃഖത്തിനും കണ്ണീരിനും വ്യത്യാസമുണ്ട്. For us, death is only a temporary separation, and therefore we grieve, but we grieve with the hope that one day we will see them again. നമുക്ക് മരണം എന്നത് താൽക്കാലികമായ വേർപാട് മാത്രമാണ്. നാം അവർക്ക് വേണ്ടി ദുഃഖിതരാകുമ്പോഴും നമുക്കൊരു വിശ്വാസമുണ്ട്, നിത്യതയിൽ നാം അവരെ കാണും. But the worldly people, when they grieve and when they weep for their dead,
they do not have that hope. പക്ഷേ ഈ ലോകത്തിൻ്റെ ജനങ്ങൾ മരിച്ചുപോയ തങ്ങളുടെ ബന്ധുക്കൾക്കായും സുഹൃത്തുക്കൾക്കായും അങ്ങനെ ദുഃഖിക്കുമ്പോൾ അവർക്ക് നമുക്കുള്ള നിശ്ചയം വിശ്വാസം അവർക്ക് ഇല്ല. They weep because they are not going to see that person ever again. അവർ ദുഃഖിതരാകുന്നതിൻ്റെ കാരണം ആ മരിച്ചുപോയ ആ മനുഷ്യനെ ഇനി എപ്പോഴും അവർ കാണാൻ സാധിക്കുകയില്ല. According to them, when they lose a person, they have lost them forever. They can never be ever seen again. അവരുടെ വിശ്വാസം അനുസരിച്ച് അവർക്ക് നഷ്ടമായ ആ മരിച്ചുപോയ മനുഷ്യനെ ഇനി അവരുടെ ജീവിതത്തിൽ ഒരിക്കലും കാണുകയില്ല. Because their belief system says കാരണം അവരുടെ വിശ്വാസം അവർക്ക് പഠിപ്പിക്കുന്നത് that when they pass away from this world, that person will no longer remain as the same person. കാരണം അവരുടെ വിശ്വാസത്തിൽ മരിച്ചുപോയ ഒരു വ്യക്തി അത് കഴിഞ്ഞിട്ട് അതേ വ്യക്തിയായി തീരത്തില്ല എന്നതാണ് വിശ്വാസം. Instead, that individual is recycled into some other living creature through reincarnation. മരിച്ചുപോയ വ്യക്തി തൻ്റെ അടുത്ത ജന്മത്തിൽ പുനർജനിക്കുമ്പോൾ മൃഗമായോ അല്ലെങ്കിൽ മരമായോ ചെടിയായോ തീരും എന്നാണ് അവരുടെ വിശ്വാസം. That means that person is lost forever. They will turn into some other living creature. കാരണം അവർ സ്നേഹിച്ച ആ മനുഷ്യന്റെ വ്യക്തി പുനർജനിക്കുമ്പോൾ വേറൊരു ജീവിയായിട്ട് മാറിയിട്ടുണ്ടാകും. So if supposing you have a nice beautiful plastic doll, നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക് കൊണ്ട് ചെയ്ത ഒരു പാവ ഉണ്ടെന്ന് വിചാരിക്കുക. your favorite doll, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാവ, but it got spoiled, it got old. അത് പഴയതായി അതിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുമ്പോൾ When you throw it away, നമ്മൾ ആ പാവയെ എടുത്ത് കളയുന്ന സാഹചര്യമാണ് പലപ്പോഴും it ഉണ്ടാകുന്നത്. is recycled, and it is when you throw it away, it is recycled and it is turned into a bag or maybe a belt or something. ആ പ്ലാസ്റ്റിക് പാവ അത് കഴിഞ്ഞ് അതിനെ റീസൈക്കിൾ ചെയ്ത് അതിനെ ഒരു ബാഗായിട്ടോ അല്ലെങ്കിൽ ബെൽറ്റായിട്ടോ അവർ അതിനെ മാറ്റും. பாருங்க, அந்த பொம்மை இனி பொம்மையா இருக்க போவதில்ல, அதை ரீசைக்கிள் பண்ணி ஒரு பேகா மாத்திடுவாங்க. But it will never be the doll ever again. ആ പാവ ഇനി അത് പാവയായിട്ട് ഇരിക്കാൻ പോകുന്നല്ല, അതൊരു ബാഗായിട്ടോ ബെൽറ്റായിട്ടോ മാറിപ്പോകും. ഇനി അതിന് ഒരിക്കലും ഒരു പാവയാകാൻ സാധിക്കത്തില്ല. It is lost forever. അത് എന്നും എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. The same way when they lose a person, the person is lost forever. അതുപോലെയാണ് അവർക്കൊരു മനുഷ്യനെ നഷ്ടപ്പെട്ടാൽ നിത്യതയ്ക്കും ആ വ്യക്തിയെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. That person will not be the same person again. It will be into something else. തിരിച്ചു ഒരിക്കലും ആ വ്യക്തി അതേ വ്യക്തിയായി തിരികെയില്ല, മറിച്ച് മറ്റൊരു വ്യക്തിയായി മാറും. Since they do not have the hope of resurrection, they cremate the body. അവർക്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് അവരുടെ മൃഗദേഹത്തെ അവർ തീയിട്ട് എരിക്കുന്നതാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. Or they bury it and say, dust to dust, it is gone. ഇല്ലെങ്കിൽ അവർ മണ്ണിലിട്ട് മണ്ണോട് മണ്ണാകട്ടെ എന്ന് പറയും. But we who believe in the Lord Jesus Christ, it is not so. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന നമുക്ക് അങ്ങനെയല്ല. The Bible says, തിരുവചനം ഇങ്ങനെ പറയുന്നു. 1 Thessalonians chapter 4 verse 13 to verse 14. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. But I do not want you to be ignorant, brethren, concerning those who have fallen asleep, lest you sorrow as others who have no hope. For if we believe that Jesus died and rose again, even so God will bring with him those who sleep in Christ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാതെ മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. Hallelujah. Hallelujah. ക്രിസ്തുവോട് നിദ്ര, those who sleep in Christ, those who are dead in Christ, once again God will bring them back again. യേശുവിൽ നിദ്ര കൊണ്ട് ദൈവത്തിന്റെ ജനത്തെ യേശു ഒരിക്കൽ കൂടി ജീവിച്ചെഴുന്നേൽപ്പിക്കും. Because Jesus Christ died and rose again. കാരണം യേശു മരിച്ച് അവൻ ജീവനോടുകൂടെ എഴുന്നേറ്റു. This is the hope of eternal life. ഇതാണ് നിത്യജീവനിൽ നമുക്കുള്ള വിശ്വാസം.
Hallelujah. Hallelujah. That is why Jesus Christ himself said, അതുകൊണ്ടാണ് യേശു ക്രിസ്തു തന്നെ ഇങ്ങനെ പറഞ്ഞത്. John 11 and verse 25, യോഹന്നാൻ 11:25 till I am the resurrection and the life. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും ആകുന്നു. He who believes in me, though he may die, yet he shall live. എന്നിൽ വിശ്വാസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. Hallelujah. Hallelujah. In John 10 and verse 28, Jesus said, യോഹന്നാൻ 10:28 യേശു പറയുന്നു, I give eternal life. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു എന്ന്. Hallelujah. Hallelujah. But for us Christians, we always hear about, eternal life, and we don't really value the depth of നമ്മൾ that. ക്രിസ്ത്യാനികൾ പലപ്പോഴും നിത്യജീവനെ കുറിച്ച് കേൾക്കുന്നുണ്ടെങ്കിലും നിത്യജീവനെക്കുറിച്ച് ആഴമായ പഠനം നടത്താർ ഇല്ല. When you really ponder what is this eternal life, നിങ്ങൾ നിത്യജീവൻ എന്താണെന്ന് ഗൗരവമായ രീതിയിൽ പഠനം നടത്തുമ്പോൾ it's a life without any end. അത് ഒരു അന്തം ഇല്ലാത്ത നിത്യ ജീവിതമാണ്. Life eternal, life forever. മരണം ഇല്ലാത്ത ഒരു ജീവിതം, അതാണ് നിത്യമായുള്ള നിത്യജീവിതം. This is something the human mind cannot grasp or comprehend. ഇത് പലപ്പോഴും മനുഷ്യനുടെ ചിന്തയ്ക്കും കഴിവിനും അവന്റെ ബുദ്ധിക്കും ചിന്തിക്കാൻ പറ്റാത്ത If we കാര്യമാണ്. want to understand eternal life, first we should understand our temporal life in this world. നിത്യജീവനെ കുറിച്ച് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ലോകത്തിൽ നമുക്കുള്ള താൽക്കാലികമായ ജീവിതത്തിനെ കുറിച്ച് നമ്മൾ The അറിയണം. life that we live in this world is only a foretaste of the eternal life that we are going to receive. ഈ ലോക ജീവിതത്തിൽ നാം നിത്യജീവന്റെ ഒരു ഭാഗത്തിനെ, ഒരു ചെറിയ ഭാഗത്തിനെ മാത്രമാണ് കാണുന്നത്. Hallelujah. Hallelujah. Just to sample, ருசியா இருக்கிறது. Hallelujah. Hallelujah. So, my dear brothers and sisters, എനിക്ക് പ്രിയപ്പെട്ട in സഹോദരങ്ങളെ, this world, everyone who born, what do? They strive to live. They work to live. They take every effort to somehow survive in this world. ഈ ലോകത്തിൽ ജനിക്കുന്ന ഓരോ മനുഷ്യരും അവരുടെ ലക്ഷ്യം എന്നത് എങ്ങനെയെങ്കിലും ജീവിക്കണം. ജീവിക്കുവാൻ ആവശ്യമുള്ള എല്ലാം അവർ ചെയ്യും. I must live, I must survive. For that, they take effort. ഞാൻ എങ്ങനെയെങ്കിലും ജീവിക്കണം, അതിന് വേണ്ടിയ എല്ലാ പ്രവൃത്തികളും അവർ ചെയ്യും. And that is why from childhood itself we are trained, we are educated to face life. അതുകൊണ്ടാണ് കുട്ടിക്കാലം മുതൽ ജീവിതത്തിനെ നേരിടുവാനായി നമ്മൾ പഠിക്കുന്നത്. So much effort goes into education and self-development just to survive, to live, to have life in this temporary world. പഠിക്കുവാനും നമ്മുടെ കഴിവുകൾ വർദ്ധിക്കുവാനും പലതും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ജീവിതം അത് നന്നായി ജീവിക്കുവാനാണ്. Somehow na jeevithirukano, I should have life. എങ്ങനെയെങ്കിലും ഈ ജീവിതം നന്നായിട്ട് ജീവിച്ചു തീരണം. Some people accumulate wealth and riches and money and fame. Why? If you would ask them, they will say, I must have a life in this world. ചിലരൊക്കെ സമ്പത്തും ഐശ്വര്യവും ധനവും പൊന്നും അതുപോലെ അവരുടെ നാമത്തിന്റെ മഹത്വവും അവർ ചേർത്ത് വയ്ക്കും. അവരോട് ചോദിച്ചാൽ അവർ പറയും ജീവിക്കുവാൻ. And many will focus on good health, nutritious food. If you ask them why, they will say, I want to live long life. ചിലർ നല്ല ആരോഗ്യമുള്ള ദേഹത്തിനായി അതിനുവേണ്ടി അവർ നല്ല ആഹാരങ്ങൾ കഴിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവരോട് നമ്മൾ ചോദിക്കുമ്പോൾ നീണ്ട ആയുള്ളായി ഞാൻ இந்த ഉലകത്തിൽ ജീവിതം നയിക്കണം, അതുകൊണ്ടാണെന്ന് അവർ So പറയും. for that I am taking all this effort. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പ്രയാസങ്ങൾ പെടുന്നത്. Some people work hard to succeed in ചിലർ life. ജീവിതത്തിൽ വിജയിക്കുവാനായി കഠിനമേറിയ ജോലികൾ ചെയ്യും. Some people work smart to get ahead in life than others. ചിലർ മറ്റുള്ളവരെക്കാട്ടിലും ബുദ്ധിമാന്മാർ ആകുന്നതിന് വേണ്ടി അധികം പഠിക്കുന്നത് കാണാൻ My dear സാധിക്കും. brothers and sisters, എനിക്ക് പ്രിയപ്പെട്ട സഹോദരൻ, even if they succeed in life, what do? അവർ അങ്ങനെ അവരുടെ ജീവിതത്തിൽ ജയിച്ചാലും എന്താണ് ചെയ്യുന്നത്? Great pride. അതിനുശേഷം വലിയ അഹംഭാവമാണ്. Oh, great prestige. അതുകൊണ്ട് അവർക്ക് ലഭിക്കുന്നത് വലിയ അന്തസ്താണ്. Oh, I have made it in life. ഞാൻ എൻ്റെ ജീവിതത്തിൽ വിജയിച്ചിരിക്കുന്നു, I have achieved this, I have achieved that. ഞാൻ ഇത് നേടിയിരിക്കുന്നു, അത് നേടിയിരിക്കുന്നു, I have this wealth, I have that wealth. എനിക്ക് ഇത്ര സമ്പത്തുണ്ട്, അത്ര സമ്പത്തുണ്ടെന്ന് അവർ പറയും. I have accomplished this, I have accomplished that. ഞാൻ ഇത് ചെയ്തു തീർത്തു, അത് ചെയ്തു തീർത്തു എന്നവർ If you പറയും. would ask them, why did you do all these things? അവരോട് എന്തിനാണ് ഇത് ചെയ്തതെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ, In this world, I want to have a life. ഈ ലോകത്തിൽ
എനിക്ക് ഒരു ജീവിതം ആവശ്യമായി ഇരുന്നു. Hallelujah. Hallelujah. இந்த உலகத்துல நான் வாழ்ந்திருக்கணும், ஜீவித்திருக்கணும் என்பதற்காக தான் இவ்வளவு சகல முயற்சியை நான் எடுக்கிறேன். They will say like ഈ that. ലോകത്ത് ജീവിക്കുവാനാണ് ഞാൻ ഇത്രയും ചെയ്തതെന്ന് അവർ പറയും. For this temporary life itself, we take so much effort. താൽക്കാലികമായ ഇഹലോക ജീവിതത്തിന് തന്നെ നമ്മൾ ഒരുപാട് പ്രവർത്തികൾ ചെയ്യുന്നു. But God gives us a great gift. പക്ഷെ ദൈവം നമുക്ക് വലിയ ഒരു അനുഗ്രഹം കൊടുക്കുന്നു. And that is eternal life. അതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. Hallelujah. Hallelujah. For 60 years, 70 years, for short life, we put so much effort. 60-70 വയസ്സ് വരെ താൽക്കാലികമായി ജീവിക്കാനാണ് നമ്മൾ ഇത്രയും പ്രയാസപ്പെടുന്നത്. You know what is the lifespan of this generation, especially in Tamil Nadu? ഇപ്പോൾ നിൽക്കുന്ന തലമുറയുടെ ആവറേജ് വയസ്സ് എത്രയാണെന്ന് അറിയാമോ? 65. 65 വയസ്സാണ് നമ്മുടെ ഇടയിൽ ഉള്ള ആവറേജ് ആയ വയസ്സ്. 63. 63 മുതൽ 65 വരെ. So I just, my mother-in-law passed away recently. എന്റെ ഭാര്യയുടെ അമ്മ ഈ ഇടയ്ക്കാണ് നിത്യതയിൽ I പ്രവേശിച്ചത്. want to download the, death certificate. അപ്പോൾ കോർപ്പറേഷനിൽ നിന്ന് അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തു. On that day, more than 18 or 19 people have passed away in the same. അതേ ദിവസം 80 നിന്ന് 90 പേർ അതേ ദിവസം മരിച്ചുപോയി. And after downloading my mother-in-law's certificate, I even went and checked all the, date of death of other people also. അമ്മച്ചിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഞാൻ മറ്റുള്ളവർ എന്നാണ് മരിച്ചു പോയതെന്ന് ഞാൻ തിരിച്ചും ആ വെബ്സൈറ്റിൽ കയറി ആ ദിവസങ്ങളൊക്കെ നോക്കി. And I was so shocked to see most of them 63, 55, some 23. I was really shocked. Most of them were 60 to 65 or at the most 70. ഞാനതിൽ നോക്കിയപ്പോൾ 20-30 വയസ്സുള്ളവർ ചിലരായിരുന്നു. പക്ഷേ അതിൽ അധികം ഉണ്ടായിരുന്നത് 55, 60, 70 വയസ്സുള്ള വ്യക്തികളാണ്. So everyone 63, 65, that itself is a big achievement for many people. 63, 65 വയസ്സ് വരെ ജീവിക്കുന്നത് തന്നെ വലിയൊരു സാഹസമാണ്. And for this short life, we take so much effort in this. ഈ ചെറിയ ജീവിതത്തിനാണ് നമ്മൾ ഒരുപാട് പ്രയാസപ്പെടുന്നത്. But when you read the book of Ecclesiastes, സഭാപ്രസംഗികൾ നമ്മൾ പഠിച്ചു we നോക്കുമ്പോൾ read about a wise man called Solomon. അവിടെ ബുദ്ധിമാനായ ശലോമോനെ കുറിച്ച് നമ്മൾ This പഠിക്കുന്നു. man, he in this temporary world, he achieved everything in his life. അവന്റെ താൽക്കാലികമായ ജീവിതത്തിൽ അവനെ കൊണ്ട് നേടാവുന്നതെല്ലാം അവൻ നേടി. He accomplished, he had great wealth, riches, power, money, and so on. അവന് ഒരുപാട് സമ്പത്തും സാമ്രാജ്യങ്ങളും പൊന്നും എല്ലാം അവനുണ്ടായിരുന്നു. Whatever a man can possibly enjoy in this world, this man enjoyed it. ഒരു മനുഷ്യന് ഈ ലോകത്തിൽ എന്തൊക്കെ സൗകര്യങ്ങൾ കിട്ടുമോ അതൊക്കെ അവന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ജീവിതമായിരുന്നു അവന്റെ. And what did he say in the end? അവസാനം ശലോമോൻ എന്താണ് പറഞ്ഞത്? Ecclesiastes chapter 2 and verse 11. സഭാപ്രസംഗി 2-ാം അധ്യായത്തിന്റെ 11-ാം വചനം. Then I looked on all the work that my hand has done, and on the labor in which I have toiled, and indeed all was vanity and gasping of wind. There is no profit under the sun. ഞാൻ എൻ്റെ കൈകളുടെ സകല പ്രവൃത്തികളെയും ഞാൻ ചെയ്യുവാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളെയും നോക്കി എല്ലാം മായയും വൃഥാപ്രയത്നവും അത്രേ. സൂര്യന്റെ കീഴെ യാതൊരു ലാഭവും ഇല്ല എന്ന് കണ്ടു എന്ന് തിരുവചനം ഇവിടെ He പറയുന്നു. says, all the achievement that I have done in this world is only a vain if I do not have the hope of eternal ഇവിടെ life. പറയുന്നു നിത്യജീവൻ പ്രാപിക്കുന്ന വിശ്വാസം ഒരു മനുഷ്യന് ഇല്ലെങ്കിൽ ആ മനുഷ്യൻ സൂര്യന് കീഴ് ഉണ്ടാക്കുന്നത് എല്ലാം നഷ്ടം അത്രേ. If a person does not have the hope of eternal life, ഒരു മനുഷ്യന് നിത്യജീവൻ ലഭിക്കുന്ന വിശ്വാസം ഇല്ലെങ്കിൽ all the achievements, all the enjoyments, and all the strivings that he has done is in vain. It is vanity. അവന്റെ എല്ലാ നേട്ടങ്ങളും അവൻ സമ്പാദിച്ചു കൂട്ടിയ എല്ലാ സമ്പത്തും അവന്റെ എല്ലാ വിജയങ്ങളും അത് നഷ്ടമാണ്. Because when he returns to dust, all those things means nothing to him. കാരണം അവൻ മണ്ണിലേക്ക് തിരിയുമ്പോൾ ഇതെല്ലാം മായയാണ്. And then he explains അതും that. കഴിഞ്ഞ് ശലോമോൻ ഇങ്ങനെ വിശദീകരിക്കുന്നത് കാണാം. Ecclesiastes chapter 9 verse 5 to verse 6. സഭാപ്രസംഗി 9-ാം അധ്യായത്തിന്റെ 5ഉം 6ഉം വാക്യങ്ങൾ. For the living know that they will die, but the dead know nothing. They have no more reward, for the memory of them is forgotten. ജീവിച്ചിരിക്കുന്നവർ ഞങ്ങൾ മരിക്കും എന്നറിയുന്നു, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. മേലാൽ അവർക്കൊരു
പ്രതിഫലവും ഇല്ല, അവരെ ഓർമ്മ വിട്ടുപോകുന്നുവല്ലോ എന്ന് തിരുവചനം പറയുന്നു. Also their love, their hatred, and their envy have now perished. Nevermore will they ever have a share in anything done under the sun. അവരുടെ സ്നേഹവും ദേഷ്യവും അസൂയയും നശിച്ചുപോയി. സൂര്യന് കീഴെ നടക്കുന്ന യാതൊന്നിലും അവർക്ക് ഇനി ഒരിക്കലും ഓഹരിയില്ല എന്ന് തിരുവചനം പറയുന്നു. Here, this Solomon, the wise man, expresses the plight of a person who has no hope of eternal life. ഇവിടെ നിത്യജീവൻ പ്രാപിക്കാത്ത ഒരു മനുഷ്യന്റെ മരണത്തിന് ശേഷം നടക്കുന്ന കാര്യങ്ങളെ ശലോമോൻ വിശദീകരിക്കുന്നു. What does he say? എന്താണ് പറയുന്നത്? Person may achieve great things, ഒരു മനുഷ്യൻ മഹത്തായ നേട്ടങ്ങൾ നേടിയിട്ടുണ്ടാകാം, but when he dies, he is completely cut off from this earthly life. പക്ഷെ അവൻ മരിച്ചു പോകുമ്പോൾ ഈ ലോകത്ത് നേടിയ നേട്ടങ്ങൾ എല്ലാം നഷ്ടമായി പോകുന്നു. இந்த அவன் உலகத்திலிருந்து உலக வாழ்க்கையிலிருந்து முற்றிலுமாய் துண்டிக்கப்பட்டு விடுகிறான். He is completely cut off from this world. അതിനുശേഷം ഈ ലോകത്തിനും അവനും ഒരു ബന്ധവുമില്ല. The dead knows nothing of what is going on earth. മരിച്ചവന് ഈ ലോകത്ത് എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയത്തില്ല. They do not know whether DMK is going to rule or ADMK is going to rule or BJP is അവർക്ക് going to UDF ആണോ LDF ആണോ BJP ആണോ ഭരിക്കുന്നത് എന്ന് പോലും അറിയില്ല. or whether who is going to take the next World Cup. അടുത്ത വേൾഡ് കപ്പ് ജയിക്കാൻ പോകുന്നത് ആരാണെന്ന് അവർക്കറിയില്ല. No news, no Dinatandi, no Sun TV. Once you die, they don't know anything that is going on this world. അവർ TV കാണുകയില്ല, പത്രം കാണുകയില്ല, ഈ ലോകത്ത് എന്താണ് നടക്കുന്നത് എന്ന് അവർ അറിയത്തില്ല. Not only that, his name is also forgotten with അത് time. മാത്രമല്ല അവരുടെ പേരും ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകും. Once I went to the Cathedral Road, St. George ഒരിക്കൽ Cathedral. സെന്റ് ജോർജ് കത്തീഡ്രലിൽ ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നു. There is many tombstones built, at 18th century. അവിടെ 18-ാം നൂറ്റാണ്ടിൽ കെട്ടപ്പെട്ട പല ശ്മശാനങ്ങളും അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. All that is forgotten, it is in ruins. അവയെല്ലാം മറക്കപ്പെട്ട് ഇപ്പോൾ അവശിഷ്ടങ്ങളായി കിടക്കുന്നു. And I went and just in curiosity want to read about the life of those people. എനിക്ക് അവിടെ മരിച്ചു കിടക്കുന്നവരുടെ ജീവിതം എന്തായിരുന്നു എന്ന് അറിയുവാൻ വേണ്ടി ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ Some of the name in the tombstone also has faded away. ആ ശ്മശാനത്തിൽ ഇരുന്ന അവരുടെ പേര് പോലും മാഞ്ഞുപോയിരുന്നു. So somebody buried them, and those who buried them, they also are dead, and those who buried them, they are also dead. And it's completely the name is also forgotten. അവരെ അവിടെ അടക്കം ചെയ്തവരും മരിച്ചുപോയി, അതിനുശേഷം അടക്കിയവരെ അടക്കം ചെയ്തവരും മരിച്ചുപോയി, ഓർമ്മയൊന്നുമില്ല. My dear brothers and sisters, എനിക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, Bible says they have no share of anything done in this world. അവർക്ക് അതിനുശേഷം ഈ ലോകത്ത് നടന്ന ഒന്നിലും ഒരു ഭാഗവും ഇല്ല. And where do they go? അവർ എവിടെയാണ് ചെന്നെത്തിയത്? Matthew chapter 8 and verse 12. മത്തായി 8:12 ഇങ്ങനെ പറയുന്നു. Matthew 22 and verse 30. മത്തായി 22:30. Matthew 25 and verse 30. മത്തായി 25:30. Such a soul which has no hope of, eternal life is cast into the outer darkness. നിത്യജീവനെ കുറിച്ച് വിശ്വാസമില്ലാത്തവർ എവിടെയാണ് പോകുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ തിരുവചനം പറയുന്നു, അവർ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളപ്പെടുന്നു എന്ന്. Where there is great agony and gnashing of teeth. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് തിരുവചനം That is പറയുന്നു. why Jesus said, അതുകൊണ്ടാണ് യേശു പറയുന്നത്, John chapter 8 verse 36 to verse 37. 8:36-37 വാക്യങ്ങൾ. For what shall it profit a man if he gains the whole world and loses his own soul? Or what shall a man give in exchange of his soul? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മരുവില കൊടുക്കും? My dear brothers and sisters, എനിക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ, but to us God has given a great hope. നമുക്കങ്ങനെയല്ല, കർത്താവ് നമുക്ക് വേണ്ടി ഒരു വലിയ നിശ്ചയം The കൊടുത്തിട്ടുണ്ട്. hope of eternal life. അതാണ് നിത്യജീവന്റെ വിശ്വാസം. And to give this hope only Jesus came into this world. ആ നിത്യജീവൻ നമ്മൾ പ്രാപിക്കേണ്ടതിനാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. John 10 and verse 10 Jesus said, യോഹന്നാൻ 10:10 യേശു പറയുന്നു, I have come to give life and I have come to give it
more abundantly. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് എന്ന് തിരുവചനം പറയുന്നു. Hallelujah. Hallelujah. He not only come to so that you might have a life in this world. യേശു ഈ ലോകത്തിലേക്ക് വന്നത് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുവാൻ വേണ്ടി മാത്രമല്ല. இந்த உலக வாழ்க்கைக்கு ஜீவன் கொடுப்பதற்கு மாத்திரம் அவர் வரவில்லை, but he also given you eternal life abundantly. ഈ ലോകത്ത് ജീവൻ കൊടുക്കുവാനല്ല, നിത്യജീവൻ കൊടുക്കുവാൻ, നിത്യജീവനെ സമൃദ്ധിയായി കൊടുക്കുവാനാണ് വന്നത്. Everlasting life where we can live forever in it. അവിടെ നാം നിത്യതയിൽ നാം ജീവിക്കുന്നവരായിരിക്കും. അവിടെ മരണം നമുക്ക് സംഭവിക്കത്തില്ല. Now you may ask, how long is this eternal life? നിങ്ങളിൽ ചിലർ നിന്നോട് ചോദിക്കാം, എത്ര കാലമാണ് ഈ നിത്യജീവൻ? Let me give you a very simple example. ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു Once കൊടുക്കാം. a week go to Marina Beach. ഒരു ദിവസം ഞങ്ങൾ ചെന്നൈയിലുള്ള മെരീന ബീച്ചിലേക്ക് ചെല്ലുവാൻ ഇടയായി തീർന്നു. And there you begin to count all the sands in the seashore. അവിടെ ആ ബീച്ചിലുള്ള മണലുകൾ നിങ്ങൾ എടുത്തിട്ട് അത് എണ്ണുവാൻ ഓർക്കണം. So 1 week, 1 grain of sand you should count. ഒരു ആഴ്ച വരുമ്പോൾ നിങ്ങൾ ബീച്ചിൽ ഇവിടെയില്ല, ചെന്നിട്ട് ഒരു അവിടെ വാരത്തിലെ ആ മണ്ണിൽ ഒരു നിന്ന് ഒരു മൺതൂൾ, ഒരേ ഒരു ഒരു മണ്ണ് മൺതൂള എണ്ണണം. എടുത്ത് അത് നിങ്ങൾ എണ്ണി നിങ്ങൾ വയ്ക്കണം. And like that every week ഒരു മൺതൂള நீங்க போய் எண்ணிட்டு வரணும். അങ്ങനെ ഓരോ ആഴ്ചയും ഓരോ മണ്ണായിട്ട് നിങ്ങൾ എണ്ണി നോക്കണം. ஒவ்வொரு வாரம் போனோம் பீச்சுக்கு, ஒரு மண்ணு தூளை எடுத்து 1, அடுத்த வாரம் 2, அடுத்த 3வது வாரம் 3, இப்படி எண்ணினீங்கன்னா எந்த காலத்தில் உலகத்தில் இருக்க எல்லா மண்ணும் நீங்கள் என்ன போறீங்க? When are you going to count and finish it? ഇങ്ങനെ നിങ്ങൾ എണ്ണിയാൽ എപ്പോഴാണ് അത് തീർക്കാൻ പോകുന്നത്? Probably 10,000 crore years. ഒരുപക്ഷെ 10,000 കോടി വർഷങ്ങളായാലും സാധിക്കത്തില്ല. So അതുകൊണ്ട് probably that also even more it may take. 10,000 കോടി വർഷങ്ങൾ എടുത്താലും അത് സാധിക്കത്തില്ല. If you would multiply it in another 10,000 crore years, still eternity is only a start. 10,000 കോടിയോട് ഇനിയൊരു 10,000 കോടി നിങ്ങൾ ചേർത്താലും നിത്യജീവൻ അതിനെക്കാട്ടിലും കൂടുതലാണ്. Hallelujah. Hallelujah. അത് it is just a start of eternal life. അത് നിത്യജീവന്റെ ഒരു തുടക്കം മാത്രമായിരിക്കും. Hallelujah. Hallelujah. So many life without end at all. അതുകൊണ്ട് നിത്യജീവൻ എന്ന് പറയുന്നത് മരണം ഇല്ലാത്ത ജീവിതമാണ്. This blessing we can never understand with our human mind. നിത്യജീവൻ എന്ന അനുഗ്രഹത്തെ മനുഷ്യ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. Hallelujah. Hallelujah. Today we are going to meditate ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് some of the blessing of the hope of eternal life. നിത്യജീവനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ പ്രാപിക്കുന്ന ചില അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. There are many blessings, just 3 I want to place before you. ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ട്. അതിൽ ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് 3 The അനുഗ്രഹങ്ങൾ. first hope, the blessing of the eternal life is it is a promised hope. മുതലാമതായി നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്നത് നിത്യജീവനെ കുറിച്ചുള്ള വിശ്വാസം എന്നത് അത് നമുക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദത്തമാണ്. Hallelujah. Hallelujah. இந்த வாக்குத்தத்தம் பண்ணப்பட்ட நம்பிக்கை. Hallelujah. Hallelujah. நித்திய ஜீவனின் நம்பிக்கை, வாக்குத்தத்தம் பண்ணப்பட்ட நம்பிக்கை. Secondly, രണ്ടാമതുള്ള അനുഗ്രഹം നാം നോക്കുമ്പോൾ the hope of eternal life, it is a free gift. നിത്യജീവനെ കുറിച്ചുള്ള വിശ്വാസം എന്നത് നമുക്ക് ലഭിക്കുന്നത് സൗജന്യമായിട്ടാണ്. And thirdly, മൂന്നാമതായി the hope of eternal life leads us to godliness. നിത്യജീവനിലുള്ള വിശ്വാസം നമ്മളെ ദൈവഭക്തിക്ക് കൊണ്ടു ചേർക്കുന്നു. Hallelujah. Hallelujah. Let us look one by one. നമ്മൾ ഒന്നൊന്നായി ഇതിനെ നോക്കാം. Firstly, the blessing of the hope of eternal life is a promised hope. മുതലാമതായി നിത്യജീവനിൽ ഉള്ള വിശ്വാസം എന്നത് വാഗ്ദത്തമുള്ള വിശ്വാസമാണ്. Titus chapter 1 and verse 1. തീത്തോസ് 1-ാം അധ്യായത്തിന്റെ 1-ാം വചനം. 1 and verse 2. തീത്തോസ് 1-ന്റെ 2-ാം വചനം. Paul, a bondservant of God, an apostle of Jesus Christ, according to the faith of God's elect, and the acknowledgement of the truth which accords with godliness, in hope of eternal life, which God cannot lie, promised before time began. In Tamil, it is Titus chapter 1, verse 1 to verse 4. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം എന്നെ ഭരമേൽപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത് തൻ്റെ വചനം വെളിപ്പെടുത്തിയ ഭോഷ്കില്ലാത്ത ദൈവം സകല കാലത്തിനു മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി തൻ്റെ വൃദ്ധന്മാരുടെ വിശ്വാസത്തിനും ഭക്തിക്കനുസാരമായി സത്യത്തിൻ്റെ പരിചയജ്ഞാനത്തിനുമായി ദൈവത്തിൻ്റെ ദാസനും യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനുമായ പൗലോസ് പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസിന് എഴുതുന്നത്. ഇങ്ങനെ തിരുവചനം പറയുന്നു. തീത്തോസ് 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ
4 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇത് കാണാൻ സാധിക്കും. Hallelujah. Hallelujah. Verse 2 in Tamil, English, and verse 3 in Tamil. ഇംഗ്ലീഷിൽ 2-ാം വചനവും മലയാളത്തിൽ 3-ാമത്തെ വചനവും. In hope of eternal life, which God cannot lie, promised before time began. ഭോഷ്കില്ലാതെ ദൈവം സകല കാലത്തിനു മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി. Hallelujah. Hallelujah. So the hope of eternal life is not something that is given, by the apostles or by the disciples or by some saint, but it was promised by God before time began. നിത്യജീവനെ കുറിച്ചുള്ള വാഗ്ദത്തം എന്നത് അപ്പോസ്തലന്മാർ കൊടുത്തതല്ല, വിശുദ്ധന്മാർ കൊടുത്തതല്ല, അത് കാലങ്ങൾക്ക് മുൻപേ കർത്താവായ ദൈവം കൊടുത്ത വാഗ്ദത്തമാണ്. Before God created time, space, the world, യഹോവയായ ദൈവം സമയത്തിനെയും സ്ഥലത്തിനെയും കാര്യത്തിനെയും സൃഷ്ടിക്കുന്നതിന് മുൻപ് in the heart of God there arose a desire, അവന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. and that is, I should make man after my image and my likeness. അതാണ് മനുഷ്യനെ തന്റെ സ്വന്തം രൂപത്തിലും സാമ്യത്തിലും സൃഷ്ടിക്കണം എന്നത്. Not only create him in my image, അവൻ എന്റെ രൂപത്തിൽ സൃഷ്ടിക്കുന്നത് മാത്രമല്ല, just as I am an eternal being, he should be an eternal being, he should have eternal life. ഞാൻ നിത്യതയുള്ളവൻ ആകുന്നത് കൊണ്ട് ഞാൻ എൻ്റെ രൂപത്തിൽ സൃഷ്ടിക്കുന്ന മനുഷ്യനും നിത്യത പ്രാപിക്കണം എന്ന് യഹോവ ആഗ്രഹിച്ചിരുന്നു. I am eternally alive. ഞാൻ നിത്യതയിലും ജീവിക്കുന്നു. The man who I'm going to create after my image and likeness should also have eternal life. എൻ്റെ രൂപത്തിലും സാമ്യത്തിലും ഞാൻ സൃഷ്ടിക്കുന്ന മനുഷ്യനും എന്നോടൊപ്പം നിത്യതയിൽ അവൻ ജീവിക്കണം. Before time began, he has promised this promise. സമയം സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ യഹോവ ഈ വാഗ്ദത്തം മനുഷ്യർക്ക് വേണ്ടി ഒരുക്കി വെച്ചു. Hallelujah. Hallelujah. Therefore, when God created Adam and Eve on earth, അതുകൊണ്ട് ആദമയും ഹവ്വയും സൃഷ്ടാവ് ഈ ഭൂമുഖത്തേക്ക് സൃഷ്ടിച്ചപ്പോൾ he gave them a life where they can keep on living on this world forever. അവർക്ക് കൊടുത്ത ജീവിതം എന്നത് ഈ ഭൂമിയിൽ നിത്യതയുള്ള ജീവിതമായി ഇരുന്നു. The Lord looked at Adam and Eve and said, യഹോവയായ ദൈവം ആദമോടും ഹവ്വയോടും you പറഞ്ഞു, can eat the fruit of the tree of the garden of Eden, but except the fruit that gives the knowledge of good and evil, you shall not eat. ഏദനിൽ ഉണ്ടായിരുന്ന എല്ലാ പഴങ്ങളും അത് ആദമിനും ഹവ്വയ്ക്കും കൊടുക്കപ്പെട്ടതാണ്, ഒന്നൊഴികെ നന്മ തിന്മ അറിയുന്ന ഫലം The ഒഴികെ. day you shall eat, you shall surely die. അത് നിങ്ങൾ കഴിക്കുന്ന ദിവസം അന്ന് തന്നെ നിങ്ങൾ മരിച്ചു പോകും. That means from this it is implied, we can understand, if Adam and Eve would not have eaten the forbidden fruit, they could have lived in the Garden of Eden forever. ഇതിൽ നിന്ന് നമ്മൾ അറിയേണ്ടത്, ഒരുപക്ഷെ ആദമും ഹവ്വയും ആ നന്മതിന്മ അറിയുന്ന ആ ഫലം കഴിച്ചിട്ടില്ല എങ്കിൽ അവർ നിത്യതയിൽ ജീവിച്ചിരിക്കുമായിരുന്നു. Hallelujah. Hallelujah. Jesus said, the day you eat, you will surely die. യഹോവ പറഞ്ഞു, എന്നാണോ നീ അതിൽ നിന്ന് കഴിക്കുന്നത് അന്ന് നീ മരിച്ചു പോകും. If they would not have eaten it, the forbidden fruit, they could have lived forever. യഹോവ വേണ്ട എന്ന് പറഞ്ഞ ആ ഫലം അവർ കഴിച്ചിട്ടില്ല എങ്കിൽ അവർ But ജീവിക്കുമായിരുന്നു. man, by heeding to Satan and disobeying God's commandment, sinned and lost this eternal life. പക്ഷേ പിശാചിന്റെ വചനം കേട്ട മനുഷ്യൻ ദൈവത്തിന്റെ വാക്കുകൾ നിഷേധിച്ച് അവൻ ആ ഫലം കഴിച്ചു. And death came into this life. അന്ന് അവന്റെ ജീവിതത്തിൽ മരണം വന്നു. And man lost his eternal അന്ന് life. മനുഷ്യൻ പ്രാപിച്ചിരുന്ന നിത്യജീവൻ അവന് നഷ്ടമായി. But God did not give up on the fallen mankind. പക്ഷേ തോറ്റുപോയ പരാജയപ്പെട്ട മനുഷ്യരെ കർത്താവ് വിട്ടില്ല. Hallelujah. Hallelujah. விழுந்து போன மனிதனை ஆண்டவர் அப்படியே நிகாரித்து அவனை புறக்கணித்து விட்டு விடவில்லை. What did he do? എന്താണ് ദൈവം ചെയ്തത്? To fulfill the promise of eternal life which he made before the time began. സമയം സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ് ദൈവം വിചാരിച്ച നിത്യജീവന്റെ വാഗ്ദത്തം He gave his only begotten son into this world that through him we might have eternal life. തന്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിൽ അയച്ചതിന് മൂലം, യേശുക്രിസ്തുവിൻ മൂലം നമ്മൾ നിത്യജീവൻ That പ്രാപിക്കും. is why John 3:16 says, അതുകൊണ്ടാണ് യോഹന്നാൻ 3:16 For പറയുന്നത്, God so loved the world that he gave his only begotten son, that whosoever believeth in him should not perish but should have everlasting life.
തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. 1 John chapter 5 verse 11 says, 1 യോഹന്നാൻ 5:11 ഇങ്ങനെ പറയുന്നു, this is the testimony that God has given us, eternal life, and this life is in his son. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവനെ തന്നു, ആ ജീവൻ അവന്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ എന്ന് തിരുവചനം അവിടെ പറയുന്നു. Hallelujah. Hallelujah. Where is this eternal life? എവിടെയാണ് നിത്യജീവനുള്ളത്? It is in his son Jesus Christ. അത് അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിലാണ് നിത്യജീവൻ ഉള്ളത്. 1 John chapter 2 and verse 25 says, 1 യോഹന്നാൻ 2:25 this is the promise that he has promised us, eternal life. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. Hallelujah. Hallelujah. So what is the promise given to you? എന്താണ് നമുക്ക് കൊടുക്കപ്പെട്ട വാഗ്ദത്തം? It is eternal life. നമുക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തം അത് നിത്യജീവനാണ്. When it was given to you, എപ്പോഴാണ് ആ വാഗ്ദത്തം നമുക്ക് കൊടുക്കപ്പെട്ടത്? before the world began. അത് ഈ ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപാണ്. Hallelujah. Hallelujah. So that we have a great hope, and that hope is eternal life. അതുകൊണ്ടാണ് നമുക്ക് പ്രധാനമായ വിശ്വാസം ഒന്നുള്ളത്. അതെന്തെന്നാൽ അത് നിത്യജീവൻ. Our question comes, നിങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യം വരാം, ഉണ്മയിലേ വാ. You may ask like, ഇതെല്ലാം സത്യമാണോ എന്ന് നിങ്ങൾ ചോദിക്കാം. is it truly we have this eternal life? സത്യമായിട്ട് നമുക്ക് നിത്യജീവനുണ്ടോ? So if you have such a doubt, ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ സംശയങ്ങളുണ്ടെങ്കിൽ here the scripture says, അതിനെക്കുറിച്ച് തിരുവചനം ഇങ്ങനെ പറയുന്നു, the nature of the one who has promised that eternal hope. നിത്യജീവൻ നിങ്ങൾക്ക് കൊടുത്ത യഹോവയായ നിങ്ങളുടെ ദൈവത്തിന്റെ സ്വഭാവം இந்த നിങ്ങൾക്കറിയാമോ? நித்திய ஜீவனை உங்களுக்கு கொடுத்தாரே, அவருடைய தன்மையை இங்க விளக்குகிறது. அவருடைய குணாதிசயம் என்ன? നിങ്ങൾക്ക് നിത്യജീവൻ കൊടുത്ത യഹോവയുടെ സ്വഭാവം എന്താണ്? The Bible says, തിരുവചനം അതിനെ ഇങ്ങനെ പറയുന്നു, in the hope of eternal life which God who cannot lie promised before the time began. ഭോഷ്കില്ലാത്ത ദൈവം സകല കാലത്തിനു മുൻപേ വാഗ്ദത്തം ചെയ്ത നിത്യജീവൻ എന്നാണ് വചനം പറയുന്നത്. What is the name of God? ദൈവത്തിന്റെ നാമം എന്താണ്? பொய்யுரையாத தேவன். അവൻ ഭോഷ്കില്ലാത്ത ദൈവമാണ്. பொய்யுரையாத தேவன் உனக்கு நித்திய ஜீவன் என்ற நம்பிக்கை உண்டு என்பதை அவர் வாக்கு பண்ணியிருக்கிறார். Hallelujah. 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 With God nothing is impossible. ദൈവത്തിനെ കൊണ്ട് കഴിയാത്തതായി ഒന്നുമില്ല. But only one thing is impossible for him. പക്ഷെ ഒരു കാര്യം അദ്ദേഹത്തിന് സാധിക്കത്തില്ല. அவரால கூடாத காரியம் ஒன்றே ஒன்று. അവനെ കൊണ്ട് സാധിക്കാത്തത് ഒരു And കാര്യമുണ്ട്. what is that? അത് എന്താണ്? He can never lie. അത് ഭോഷ്ക് പറയുന്നതാണ്. അത് പൊയ്യേ சொல்ல യഹോവയെ முடியாது. കൊണ്ട് സാധിക്കത്തില്ല. He can never lie. യഹോവ ഒരിക്കലും ഭോഷ്ക് പറയത്തില്ല. Hebrews chapter 6 and verse 18 says, എബ്രായർ 6:18 പറയുന്നു, he is a God who can never lie. യഹോവയ്ക്ക് ഭോഷ്ക് പറയാൻ സാധിക്കത്തില്ല. So it is not a lie. അതുകൊണ്ട് നിത്യജീവൻ ഒരു ഭോഷ്കല്ല. So when he gives the promise, I will give you eternal life, ഞാൻ നിങ്ങൾക്ക് നിത്യജീവനെ കൊടുക്കും എന്ന് ദൈവം വാഗ്ദത്തം പറയുമ്പോൾ it is most assured to you, you have the hope of eternal life. നമ്മെ കൊണ്ട് നിത്യജീവൻ പ്രാപിക്കുന്നത് നിശ്ചയം എന്ന് തന്നെയാണ് അർത്ഥം. Hallelujah. Hallelujah. Because we have received this promise, what blessing we have. നമുക്ക് ഈ വാഗ്ദത്തം ലഭിച്ചത് കൊണ്ട് കിട്ടുന്ന അനുഗ്രഹം എന്താണ്? We have a great consolation. നമുക്കൊരു മഹാ ആശ്വാസം We ലഭിക്കുന്നതാണ്. have a great strength. നമുക്ക് മഹാബലം What ലഭിക്കുന്നതാണ്. is the great consolation? എന്താണ് ഈ മഹാ ആശ്വാസം ആറ് എന്ന് പറയുന്നത്? 1 Thessalonians chapter 4 and verse 14. 1 തെസ്സലോനിക്കർ 4:14 Once again, those who are dead in Christ, we shall see them again. ക്രിസ്തുവിൽ മരിച്ചവർ അവർ ജീവനോട് എഴുന്നേൽക്കും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. Even if we die, we shall live. നാം ഇപ്പോൾ മരിച്ചുപോയാലും നാമും ജീവിക്കും. That is the great consolation. അതാണ് നമുക്ക് ലഭിക്കുന്ന ആശ്വാസം എന്നത്. And second, we see strength. രണ്ടാമതായി നമുക്ക് ലഭിക്കുന്നത് ബലമാണ്. What is that strength? അത് എന്ത് ബലമാണ്? Romans chapter 8 and verse 18. റോമർ 8:18 For I consider that the suffering of this present time are not worthy to be compared with the glory which shall be revealed in us. നമ്മിൽ വെളിപ്പെടുവാൻ ഉള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. 1 Peter chapter 5 verse 10 says, 1 പത്രോസ് 5:10 പറയുന്നു, the suffering that we live in this world are, passing ഈ suffering. ലോകത്തിൽ നമുക്ക് വരുന്ന കഷ്ടങ്ങൾ എല്ലാം അല്പകാലം മാത്രമാണ്. Hallelujah. Hallelujah. So when we go through suffering, അതുകൊണ്ട് കഷ്ടത നമുക്ക് വരുമ്പോൾ we should understand one thing. നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, All the suffering that we suffer in this world
is, cannot be compared to the eternal life that God is going to give you. നമ്മൾ ഈ ജീവിതത്തിൽ എത്ര കഷ്ടത സഹിച്ചാലും അത് ദൈവം നമുക്ക് തരാൻ പോകുന്ന നിത്യജീവന്റെ മുൻപിൽ അത് ഒന്നുമില്ല. Hallelujah. Hallelujah. That is the great strength we have. അതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ബലം എന്നത്. Psalm 90 and verse 10 says, സംഗീതങ്ങൾ 90-ന്റെ 10-ാം വചനം പറയുന്നു, our lifespan in this world is 70 years, by the reason of strength is 80 years. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. And supposing, from our date of birth till our 70 years or 80 years, every day is a suffering. നമ്മൾ ജന്മിച്ച ദിനം തുടങ്ങി നമ്മൾ ജീവിക്കുന്നത് 70 വയസ്സോ 80 വയസ്സോ ആയാൽ ദിവസവും നമുക്ക് കഷ്ടതകളുണ്ട്. But yet it cannot be compared to the great glory, and eternal life that God has given to you. എന്നാൽ അത് ഒന്നും നമ്മൾ പ്രാപിക്കാൻ പോകുന്ന നിത്യജീവനെ നോക്കുമ്പോൾ അത് നിസ്സാരമാണ്. So when you face afflictions and challenges and when you get discouraged, പലപ്പോഴും കഷ്ടതകൾ വരുമ്പോൾ നമ്മൾ നിരുത്സാഹപ്പെട്ട് നിന്ന് പോകും. what we should say, പക്ഷെ നമ്മൾ എന്താണ് പറയേണ്ടത്? all this is just a passing affliction. നമ്മൾ നേരിടേണ്ടതെല്ലാം അല്പകാലം മാത്രം. Hallelujah. Hallelujah. All these are just light affliction. ഇതെല്ലാം അല്പകാലം മാത്രം ഉള്ള കഷ്ടതകളാണ്, ലേസാനോ ഉപദ്രവം. ചെറിയ കഷ്ടതകൾ. All just light affliction cannot be compared to the eternal life. അല്പകാലം നമ്മൾ നേരിടുന്ന കഷ്ടങ്ങൾ നിത്യജീവനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് ഒന്നും ഇല്ല. When we have that, we are conscious of that, it gives us great strength. ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇതിനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുമ്പോൾ അത് നമ്മളെ അധികമായി ശക്തിപ്പെടുത്തും. Hallelujah. Hallelujah. My dear brothers and sisters, എനിക്ക് പ്രിയപ്പെട്ട സഹോദരൻ, one side consolation, one side we have strength. ഒരു വശം നമുക്ക് ആശ്വാസമുണ്ട്, മറ്റൊരു വശം നമുക്ക് ഒരുപാട് ശക്തി ലഭിക്കുന്നുണ്ട്. Secondly, രണ്ടാമതായി this the blessing of this hope of eternal life, നിത്യജീവനെ വിശ്വസിക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന അനുഗ്രഹം എന്നത്, it is freely given to you. നാം പ്രാപിക്കുന്ന നിത്യജീവൻ എന്നത് സൗജന്യമായി കിട്ടുന്നതാണ്. Titus chapter 3 and verse 7. തീത്തോസ് 3-ാം അധ്യായത്തിന്റെ 7-ാം വചനം, Having been justified by his grace, we should become heirs according to the hope of eternal life. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ടും പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ 7th verse. യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. Hallelujah. Hallelujah. The Bible says, ഇവിടെ തിരുവചനം പറയുന്നു, we have become heirs of the hope of eternal നാം life. നിത്യജീവൻ എന്ന വിശ്വാസത്തിന്റെ അവകാശികളായി തീർന്നിരിക്കുന്നു എന്ന് പറയുന്നു. Hallelujah. Hallelujah. How does it happen? ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? If you read verse 4 and verse 7, in Tamil it is 4 and verse 5. 4ഉം 5ഉം വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ, Titus chapter 3 verse 4 and verse 7 in English I read. തീത്തോസ് 4-ന്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഇപ്പോൾ പഠിക്കാം. But when the kindness and the love of God our Savior towards man appeared, not by the work of righteousness which we have done, but according to his mercy he saved us, through the washing of regeneration and renewing of the Holy Spirit, whom he poured out on us abundantly through Jesus Christ our Savior. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാൽ അല്ല, തന്റെ കരുണപ്രകാരമത്രേ രക്ഷിച്ചത്. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ടും പ്രത്യാശപ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും. Hallelujah. Hallelujah. How do you receive this hope of eternal life? നിത്യജീവനെ കുറിച്ച് പ്രത്യാശ നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? Bible says, not by the works of our righteousness which we have done, but according to his mercy he has അത് saved. നമ്മുടെ നീതിയുള്ള പ്രവർത്തികളാൽ അല്ല, കർത്താവിന്റെ ദയയാലും കരുണയാലും അത് ലഭിക്കുന്നു. Hallelujah. Hallelujah. By his mercy he has saved us. കർത്താവിന്റെ കൃപ കൊണ്ട് നമ്മളെ രക്ഷിച്ചിരിക്കുന്നു. Hallelujah. Hallelujah. That means not because you have lived a righteous life, God has given you this gift of eternal life. നിങ്ങൾ നീതിയുള്ള ഒരു ജീവിതം ജീവിച്ചത് കൊണ്ട് ദൈവം നിങ്ങൾക്ക് നിത്യജീവനെ കൊടുക്കുന്നില്ല. நீதியின் கிரியை நீங்க செய்ததுனால உங்களுக்கு நித்திய ஜீவனை ஆண்டவர் உங்களுக்கு தரவில்லை, பட் அவருடைய இரக்கத்தினாலே உங்களுக்கு கொடுத்திருக்கிறார். Hallelujah. Hallelujah. அது ஒரு ஈவாய் உங்களுக்கு கொடுத்திருக்கிறார். Hallelujah. Hallelujah. Romans chapter 6 and verse 23 says, റോമർ 6-ന്റെ 23-ാം വചനം പറയുന്നു, for the wages of sin is death, but the gift of God
is eternal life in Christ Jesus our Lord. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ എന്ന് തിരുവചനം പറയുന്നു. கிருபை வரமோ அல்லது கிருபை பரிசோ, what is that? That is eternal നമ്മൾ life. പ്രാപിക്കാൻ ഇരിക്കുന്ന നിത്യജീവൻ അത് ദൈവത്തിന്റെ കൃപാവരമാണ്. So we can never earn that. God freely gives to us. പ്രവൃത്തി കൊണ്ട് ഒരിക്കലും നമുക്കത് നേടാൻ സാധിക്കത്തില്ല. അത് കർത്താവ് നമുക്ക് സൗജന്യമായി തരുന്നതാണ്. Not by our human efforts, by our righteous works, by righteous doings you can earn it. അത് നമ്മുടെ മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ടും മനുഷ്യന്റെ നീതി പ്രവൃത്തി കൊണ്ടും നമ്മൾ നിത്യജീവൻ പ്രാപിക്കില്ല. അത് ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ്. Hallelujah. Hallelujah. And that mercy comes to us when we believe in the Lord Jesus Christ. എപ്പോഴാണ് ആ കരുണ നമുക്ക് ലഭിക്കുന്നത്? നമ്മൾ യേശു ക്രിസ്തുവിൽ At വിശ്വസിക്കുമ്പോൾ. the time the Holy Spirit comes and does a deep work. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് ഒരു മാറ്റം നടത്തുന്നു. We are washed and we are regenerated. പുനർജനന സ്നാനം കൊണ്ട് നമ്മൾ പുനർജനിക്കുന്നു. And we are renewed by the Holy Spirit. We are made into a new creation. പരിശുദ്ധ ആത്മാവിനാൽ നമ്മൾ പുതു സൃഷ്ടിയായി തീർന്നിരിക്കുന്നു. We are born of the Spirit. A salvation experience comes. പരിശുദ്ധാത്മാവിനാൽ ജനിക്കപ്പെട്ടതിനാൽ അത് തുടങ്ങി നമുക്കൊരു സമാധാനം ലഭിക്കുന്നു. Hallelujah. Hallelujah. And by mercy only, God gives us this eternal life. നിത്യജീവൻ നമുക്ക് ലഭിക്കുന്നത്, നമ്മൾ നിത്യജീവനെ പ്രാപിക്കുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ്. Supposing ഒരു പക്ഷേ a great person comes to you and he gives you a very unimaginable gift. ഐശ്വര്യമുള്ള ഒരു വലിയ മനുഷ്യൻ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ ചിന്തിക്കാത്ത, നിങ്ങളുടെ ചിന്തയിൽ ഇതുവരെ വരാത്ത ഒരു സമ്മാനം നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം കൊടുക്കുവാണെങ്കിൽ, Let it be Rolls Royce Phantom. ഒരു പക്ഷേ നിങ്ങൾ ഓർത്തു നോക്കി, നിങ്ങൾക്കൊരു റോൾസ് റോയ്സ് കിട്ടുന്നുണ്ട്. Do you know what is the on-road price in Chennai for that? ഓൺ റോഡ് പ്രൈസ് ചെന്നൈയിൽ റോൾസ് റോയ്സ് കാറിന് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? 11 crores and 20 lakhs. 11 കോടിയെ 20 ലക്ഷം രൂപ കൊടുക്കണം. നമുക്ക് ഇപ്പോഴും கொஞ்சம் മയക്കമേ ഉണ്ട്. പറയുമ്പോൾ തന്നെ തല കറങ്ങുന്നു. My dear brothers and sisters, എനിക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, he gives it to you. ഒരുപക്ഷെ അത്രയും വിലപിടിപ്പുള്ള ആ കാറ് അദ്ദേഹം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. What will you say to them? നിങ്ങൾ പറയുന്ന മറുപടി എന്തായിരിക്കും? No thanks, I will earn it myself. അതൊന്നും എനിക്ക് വേണ്ട, എന്റെ സമ്പാദ്യത്തിൽ ഞാൻ മേടിച്ചോളാം എന്ന് പറയൂ. அப்படிப்பட்ட முட்டாள் நான் அல்ல. അങ്ങനെ ഒരു പൊട്ടൻ ഞാനല്ല. My dear brothers and sisters, എനിക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, a great man said, opportunity is once, grab it when you see. ആ വലിയ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ഇത് ഒരിക്കൽ ലഭിക്കുന്ന അവസരമാണ്, ഇതിനെ വിട്ടേക്കരുത്. Hallelujah. Hallelujah. So if they are going to give that, that person gives such an expensive gift to you. അങ്ങനെ ഒരു വലിയ മനുഷ്യൻ നിങ്ങൾക്ക് വിലപിടിപ്പുള്ള ഒരു സാധനം സമ്മാനമായി കൊടുക്കുമ്പോൾ We are not going to say, நீங்களே വെച്ചുకోங்க, நான் നിങ്ങൾ சம்பாதித்து പറയുമോ ഇതെനിക്ക് വേണ്ട, ഞാൻ എൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് നേടിയെടുത്തോളാം എന്ന്? say, ஐயோ ரொம்ப நன்றி தாங்க. നിങ്ങൾ പറയും, വളരെ നന്ദിയുണ്ട്, ഇങ്ങ് തന്നേക്ക്. But in this world, people may be able to, by hook or crook, they can, earn this Rolls Royce Phantom. ഒരുപക്ഷെ ഈ ലോകത്തുള്ള മനുഷ്യർക്ക് ഒരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴിയിൽ അവർക്ക് ഈ കാറ് സ്വന്തമാക്കാൻ സാധിക്കും. So, குறுக்குன்னு இல்லை, பட் நேர்மையாக வாங்கலாம், குறுக்குத்தனமாக வாங்கலாம், ஓகேவா? எப்படியோ வாங்கி தொலைகிறாங்க. But this eternal life is so expensive, it can never be compared to anything in this world. പക്ഷേ നിത്യജീവൻ എന്നത് വിലയേറപ്പെട്ടതാണ്. അതിനെ ഒന്നിനോടും നമുക്ക് സാമ്യം വെച്ച് പറയുവാൻ സാധിക്കത്തില്ല. Hallelujah. Hallelujah. That is why Jesus said, അതുകൊണ്ടാണ് യേശു പറയുന്നത്, Mark 8 and verse 37, മർക്കോസ് 8:37, what can you give in exchange for a man's soul? തന്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മരുവില കൊടുക്കും? ஜீவன் இந்த தமிழ்ல இருக்கு, பட் ஆத்துமாவுக்கு, தன்னுடைய ஆத்துமாவுக்கு ஈடாக ജീവൻ എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയുന്നത് ആത്മാവിന്. Can we give 100 lakh crores? Can you save your soul? 100 ലക്ഷം കോടി രൂപ കൊടുത്ത് നമ്മുടെ ആത്മാവിനെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുമോ? No, we cannot save it. ഒരിക്കലും നമ്മെ കൊണ്ട് രക്ഷിക്കാൻ സാധിക്കത്തില്ല. Because the cost of eternal life is so expensive, even the most richest man in this world cannot buy his eternal life. നിത്യജീവന്റെ വില എന്നത് ഈ ലോകത്ത് ഏറ്റവും ഐശ്വര്യം സമ്പത്തുമുള്ള മനുഷ്യൻ വിചാരിച്ചാൽ പോലും മേടിക്കാൻ പറ്റാത്തതാണ്. Even if he gives $1 billion or $100 billion, he cannot,
buy that eternal life. 100 കോടി കൊടുത്താലും 100 ലക്ഷം കോടി കൊടുത്താലും ഒരു മനുഷ്യനെ കൊണ്ടും നിത്യജീവനെ പ്രാപിക്കാൻ Because സാധിക്കില്ല. do you know what is the cost of eternal life? നിത്യജീവൻ പ്രാപിക്കാൻ ഉള്ള വില എന്താണെന്ന് You അറിയാമോ? should know that the eternal life, the free gift that God gives, it comes with a price tag. സൗജന്യമായി നാം പ്രാപിക്കുന്ന നിത്യജീവൻ എന്ന സമ്മാനത്തിന് ദൈവം ഒരു വിലയിട്ടിട്ടുണ്ട്. Supposing you are giving a gift to someone, ഒരുപക്ഷെ നിങ്ങൾ മറ്റൊരാൾക്ക് സമ്മാനം കൊടുക്കുവാണെങ്കിൽ it may be free for that person, അത് സമ്മാനം മേടിക്കുന്ന ആളിന് സൗജന്യമാണ്. but you paid the price. അതിന്റെ വില കൊടുത്ത് അതിനെ മേടിച്ചത് നിങ്ങളാണ്. പുലമ്പി you would have bought. ഒരുപക്ഷെ മനസ്സില്ലാ മനസ്സോടെയായിരിക്കും இந்த மாச கடைசில അവർക്ക് വേണ്ടി பையனுக்கு ആ birthday வந்து സമ്മാനം തോന്നിച്ചേ. വില കൊടുത്ത് മേടിച്ചത്. I have to buy a gift for him. അവന് എന്തെങ്കിലും സമ്മാനം ഞാൻ കൊടുത്താകണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പുലമ്പിന്റെ പൈസ വാങ്ങിച്ചു. കൊടുത്ത് When മേടിക്കും. you give the money and you buy it, you have to pay a price and get it. നിങ്ങൾ എന്തെങ്കിലും കാശ് കൊടുത്ത് അത് മേടിക്കും. And do you know the God who created the heavens and the earth, പക്ഷേ സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയായ ദൈവം, to give this gift of eternal life to இந்த you, ആ യഹോവയായ ദൈവം നിത്യജീവൻ എന്ന സമ്മാനം നിങ്ങൾക്ക് കൊടുക്കുമ്പോൾ do you know what it cost him? യഹോവ എന്ത് വില കൊടുത്താണ് അത് മേടിച്ചത്? Do you know what is the bill for eternal life? യഹോവ നിങ്ങൾക്ക് കൊടുത്ത സമ്മാനത്തിന്റെ വില എന്താണെന്ന് അറിയാമോ? Even if you would have given all the angels in heaven, all the riches in this world, all the riches in the universe, still it is not enough. ഈ ലോകത്തും ഈ സർവ്വപ്രപഞ്ചത്തും നിങ്ങൾക്ക് ലഭിക്കാവുന്ന എല്ലാ സ്വർണവും എല്ലാ പൊന്നും എല്ലാ കാശും നിങ്ങൾ കൊടുത്താലും യഹോവ നിങ്ങൾക്ക് വിലയായി കൊടുത്തതിന്റെ സമമായി ഒന്നും തന്നെ വരത്തില്ല. So the only thing that he has to pay to give that eternal life to you is നിങ്ങൾക്ക് നിത്യജീവൻ കൊടുക്കുവാൻ വേണ്ടി യഹോവ കൊടുത്ത വില എന്താണെന്ന് അറിയാമോ? his own life, his own blood. അത് തൻ്റെ സ്വന്തം ജീവനാണ്, അത് തൻ്റെ സ്വന്തം രക്തമാണ് യഹോവ His കൊടുത്തത്. own life, തൻ്റെ സ്വന്തം ജീവനാണ് നിങ്ങൾക്ക് വേണ്ടി കൊടുത്തത്. own blood. തൻ്റെ സ്വന്തം രക്തമാണ് നിങ്ങൾക്ക് വേണ്ടി കൊടുത്തത്. This is why 1 Peter chapter 1 verse 18 to verse 19 says, 1 പത്രോസ് 1:18 മുതൽ 19 വരെയുള്ള വചനം നാം പഠിക്കുമ്പോൾ, you are not redeemed with corruptible things like silver or gold, but with the precious blood of Christ. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊൻ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. Hallelujah. Hallelujah. That is the bill, that is the cost God paid to give you the gift of eternal life. അതാണ് യഹോവയായ ദൈവം നിങ്ങൾക്ക് നിത്യജീവൻ കൊടുക്കുവാനായി യഹോവ കൊടുത്ത വില. If it took God for him to give his life and blood to earn, to get that eternal life and give to you, how can you earn it? യഹോവയായ ദൈവം തൻ്റെ സ്വന്തം രക്തം തൻ്റെ സ്വന്തം ജീവനും കൊടുത്ത് നിങ്ങൾക്ക് വേണ്ടി മേടിച്ച നിത്യജീവൻ എന്ന സമ്മാനത്തിനെ നിങ്ങൾ എന്ത് പ്രവൃത്തി കൊണ്ടാണ് നേടാൻ പോകുന്നത്? Hallelujah. Hallelujah. கர்த்தர் உங்களுக்கு நித்திய ஜீவனை கொடுக்கிறதுக்கு தன்னுடைய ஜீவனையே ரத்தத்தையே கொடுத்து தான் உங்களுக்கு அந்த நித்திய ஜீவனை கொடுக்க முடியும்னா, நீங்க உங்களுடைய நீதியின் கிரியையினால இதை எப்படியாவது சம்பாதித்துக் கொள்ள முடியுமா? നിങ്ങളുടെ നീതി പ്രവൃത്തി കൊണ്ട് അതിനെ നേടുവാൻ സാധിക്കുമോ? அவராலேயே அவரே தன்னுடைய ஜீவனை கொடுத்து தான் கொடுக்க முடியும்னா, நம்முடைய நீதியின் கிரியையினால, அல்ப நீதியின் கிரியையினால, can you buy the eternal life? യേശു തന്റെ രക്തം കൊടുത്ത് നേടിയത് പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് നേടാൻ സാധിക്കുമോ? No, it is not possible. ഒരിക്കലും അത് That is സാധിക്കത്തില്ല. why the Bible says, അതുകൊണ്ടാണ് തിരുവചനം ഇങ്ങനെ പറയുന്നത്, not by the works of our righteousness we can get this eternal, നിങ്ങളുടെ നീതി പ്രവർത്തികൾ കൊണ്ടല്ല നിത്യജീവൻ നിങ്ങൾ പ്രാപിക്കുന്നത്, but by God's mercy it is given to you as a free gift. പക്ഷെ നിങ്ങൾ അത് പ്രാപിക്കുന്നത് അത് ദൈവത്തിന്റെ കൃപയാൽ മാത്രമാണ്. Hallelujah. Hallelujah. Some people think they can earn this eternal life. ചിലർ ചിന്തിക്കുന്നു പ്രവൃത്തി കൊണ്ട് നിത്യജീവൻ നേടാൻ സാധിക്കുമെന്ന്. They can never earn it. അവരെ കൊണ്ട് ഒരിക്കലും അത് സാധിക്കത്തില്ല. Just 1 week I will not lie and God will see that and I will get eternal life. ഒരുപക്ഷെ ഒരാഴ്ച മുഴുവൻ ഞാൻ കള്ളം പറഞ്ഞില്ല എങ്കിൽ ദൈവം എനിക്ക് നിത്യജീവൻ Some കൊടുക്കും. people think if I put some food for poor people here and there, and by that I can earn eternal life. പാപങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചു കൊടുത്തത് കൊണ്ട് ദൈവം എനിക്ക് നിത്യജീവൻ കൊടുക്കുമെന്ന് ചിലർ And ചിന്തിക്കുന്നു. Annadanam is not enough. അതൊന്നും മതിയാകത്തില്ല. And to get eternal life, it is not at all enough. പ്രവൃത്തി കൊണ്ട് നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കത്തില്ല. Hallelujah. Hallelujah. If I repeat the same prayers over and over again, I will get eternal life. ഒരേ പ്രാർത്ഥന തിരിച്ചും തിരിച്ചും പ്രാർത്ഥിച്ചാൽ അപ്പോഴും നിത്യജീവൻ കിട്ടൂല. Some people think if I read Bible twice a year, I will get eternal ഒരു life. വർഷത്തിൽ 2 പ്രാവശ്യം ബൈബിൾ മുഴുവൻ
മുഴുവനും വായിച്ചാലും നിത്യജീവൻ കിട്ടൂല. Some people think if I go to a holy place and shave my hair, that my hair will buy eternal life. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് എന്റെ മുടി വടിച്ചാൽ അപ്പോൾ ഞാൻ നിത്യജീവൻ പ്രാപിക്കും എന്ന് ചിലർ ചിന്തിക്കുന്നു. No, you can never receive with your hair, please. തലമുടി കൊടുത്തത് കൊണ്ട് നിത്യജീവൻ നിങ്ങൾ പ്രാപിക്കത്തില്ല. And some people think if I can walk with my knees 100 meters saying some prayer, I will earn this eternal life. ചിലർ ചിന്തിക്കും മുട്ടുകുത്തി ഞാൻ ഒരുപാട് ദൂരം ഇങ്ങനെ നടന്നുപോയാൽ നിത്യജീവൻ പ്രാപിക്കാമെന്ന്. No, you will not be able to earn it. അങ്ങനെ ഒരിക്കലും നിത്യജീവനെ നിങ്ങൾ പ്രാപിക്കത്തില്ല. Even if you forsake the whole world, go sit in a cave in Himalaya and become a rishi or guru, still then it is not enough. നിങ്ങൾ ഈ മുഴുവൻ ലോകത്തെയും നിഷേധിച്ച് ഹിമാലയ പർവ്വതത്തിൽ ചെന്ന് തപസ്സിരുന്നാൽ പോലും, ഋഷിയെ പോലെ ഗുരുവിനെ പോലെ തപസ്സിരുന്നാലും അത് നിങ്ങൾ പ്രാപിക്കത്തില്ല. Hallelujah. Hallelujah. നിത്യജീവനെ സമ്പാദിച്ചുകൊള്ള முடியாது. നിത്യജീവനെ നേടാൻ The സാധിക്കും. only way it can be earned is നിത്യജീവനെ പ്രാപിക്കുവാനുള്ള ഏക മാർഗം, നിത്യജീവനെ സമ്പാദിക്കുന്ന ഒരേ വഴി என்ன தெரியுமா? ആ മാർഗം എന്താണെന്ന് നിങ്ങൾ അറിയുമോ? God himself must come down into this world and he must shed his blood. അത് ദൈവം തന്നെ ഈ ലോകത്ത് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി രക്തം ചിന്തണം. Hallelujah. Hallelujah. And that price he has paid to give you eternal life. അതാണ് നിങ്ങൾക്ക് നിത്യജീവൻ കൊടുക്കുവാനായി ദൈവം കൊടുത്ത വില. That is why the Bible says, അതുകൊണ്ടാണ് തിരുവചനം not പറയുന്നത്, by the works of righteousness we have done, but according to his mercy he has saved. നീതി പ്രവർത്തികളാൽ അല്ല രക്ഷപ്പെട്ടത്, ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രം. Now I began to think a little bit further. ഇവിടെ നിന്ന് നമ്മൾ ഇനിയും ചിന്തിച്ചു നോക്കുമ്പോൾ, Why should God give that gift to me? എന്തിനാണ് ദൈവം ആ സമ്മാനത്തിനെ എനിക്ക് കൊടുക്കേണ്ടത്? What did I do? ഞാൻ എന്താണ് അതിന് ചെയ്തത്? How can this precious gift be given to me? വിലയേറിയ ഈ സമ്മാനം എനിക്ക് കൊടുക്കുവാനുള്ള കാരണം എന്താണ്? Unimaginably expensive gift, how can it be given to me? എന്തിനാണ് ചിന്തിക്കാൻ പറ്റാത്ത വില കൊടുത്ത് നേടിയ ഈ സമ്മാനം എനിക്ക് ദൈവം കൊടുത്തത്? Why do they give gifts? എന്തിനാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത്? Sometimes some people will take part in sports, they will give a gift. സ്പോർട്സിലൊക്കെ ജയിക്കുന്ന ആളിന് സമ്മാനം കൊടുക്കും. പാട്ട് പോട്ടി they give a gift. പാട്ട് മത്സരത്തിൽ സമ്മാനങ്ങൾ കിട്ടും. പേച്ച് പോട്ടി they give a gift. സംഭാഷണ മത്സരത്തിൽ And a സമ്മാനം. ladies meeting in Elim in a church, those who come early we give gift. വിമൻസ് മീറ്റിംഗ് നടക്കുമ്പോൾ ആദ്യം വരുന്നവരിന് സമ്മാനം So കൊടുക്കും. for everything we give gift, we do something, we give some gift. പല വിഷയങ്ങളിലും എന്തെങ്കിലും ചെയ്യുന്നവർക്ക് നമ്മൾ സമ്മാനം കൊടുക്കും. Why gift is given to you? Eternal life gift, why it's given to you? എന്തിനാണ് നിത്യജീവൻ എന്ന സമ്മാനം ദൈവം നിങ്ങൾക്ക് കൊടുത്തത്? Why? What moved the heart of God to give you that gift? ദൈവം നിങ്ങൾക്ക് ആ സമ്മാനം കൊടുക്കണമെങ്കിൽ ദൈവം തന്റെ ഹൃദയത്തിൽ എന്താണ് ചിന്തിച്ചത്? അത് ഏവനിത് എന്ന കാര്യം? ഇത് കൊടുക്കുന്നത് കൊണ്ട് ദൈവത്തിന് എന്താണ്? Hallelujah. Hallelujah. Only one thing. ഒരേ ഒരു കാര്യം The മാത്രമാണ്. whole world has rejected his son Jesus Christ. ഈ ലോകം മുഴുവനും യഹോവയുടെ പുത്രനായ യേശു ക്രിസ്തുവിനെ നിഷേധിച്ചിരിക്കുമ്പോൾ, But you and I have received him and welcomed. നിങ്ങളും ഞാനും യേശു ക്രിസ്തുവിനെ സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു. For that the highest price is given to you. അതും കൊണ്ടാണ് വിലയേറിയ ഈ സമ്മാനം യഹോവയായ ദൈവം നിങ്ങൾക്ക് കൊടുക്കുന്നത്. John chapter 1 verse 10 and verse 11 say യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 10ഉം 11ഉം വാക്യങ്ങൾ about Jesus Christ. യേശുവിനെ കുറിച്ച് ഇവിടെ പറയുന്നു. He was in this world and the world made through him and the world did not know him. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. 11th verse. 11-ാം വചനം, He came to his own and his own did not receive him. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. The Bible says the whole world was created by Jesus Christ. തിരുവചനം പറയുന്നു, ലോകം മുഴുവനും യേശുക്രിസ്തു മുഖാന്തരമാണ് സൃഷ്ടിക്കപ്പെട്ടത്. And he came into this world. ആ ലോകത്തിലാണ് യേശുക്രിസ്തു But വന്നത്. the world did not recognize him. പക്ഷേ ഈ ലോകം യേശുക്രിസ്തുവിനെ സ്വീകരിച്ചില്ല. They did not know who he was. ആരാണ് വന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. The world had rejected him. ഈ ലോകം അവനെ സ്വീകരിച്ചില്ല, അവനെ നിഷേധിച്ചു. അവരെ അടയാളം കണ്ടുകൊള്ള മുടിയാമൽ അവരെ പുറക്കണിത്തത്, just rejected him. വന്നതാരാണെന്ന് മനസ്സിലാകാതെ അവർ അവനെ But what നിഷേധിച്ചു. did Jesus do? എന്താണ് യേശു ചെയ്തത്? He went to his own people, തന്റെ സ്വന്തം ജനങ്ങളിലേക്ക് the ചെന്നു. people of Israel. ഇസ്രായേൽ ജനത്തിന്റെ അരികിൽ In ചെന്നു. Isaiah 43 and verse 21, the Lord said, യെശയ്യാവ് 43-21 വചനം, "This people I have formed for myself, they shall declare my praise." ഞാൻ എനിക്ക് വേണ്ടി
നിർമ്മിച്ചിരിക്കുന്ന ജനം എന്റെ സ്തുതിയെ വിവരിക്കും. En janangal, എന്റെ ജനം, my people, എന്റെ സ്വന്തം ജനം, they will sing my praise. അവർ എന്റെ സ്തുതി വിവരിക്കും. He came to his own, അവൻ തന്റെ സ്വന്തം ജനത്തിന്റെ മധ്യയിൽ വന്നു. but they did not accept him. പക്ഷെ അവർ അവനെ സ്വീകരിച്ചില്ല, നിഷേധിച്ചു. They never welcomed him. അവനെ അവർ സ്വാഗതം ചെയ്തില്ല. They dishonored him, അവനോട് അപമര്യാദ ചെയ്തു. ill-treated him. അവനെ മോശമായ രീതിയിൽ നടത്തി. They ഗണവീനപ്പെടുത്തിനാர்கள். അവനെ അപമാനിച്ചു. Spit on his face. അവന്റെ മുഖത്തിലേക്ക് അവർ They തുപ്പി. delivered him to be crucified. അവൻ ക്രൂശിൽ അടിക്കപ്പെടുവാനായി അവർ കൊടുത്തു. Pontius Pilate, looking at these people, he asked a question. പിലാത്തോസ് ഇസ്രായേൽ ജനങ്ങളോട് ഇങ്ങനെ ചോദിച്ചു. In John chapter 18 and verse 39 we read, യോഹന്നാൻ 18 അധ്യായത്തിന്റെ 39 വചനം ഇങ്ങനെ it പറയുന്നു. is the custom of the Romans to set free one Jewish prisoner in the during the celebration of Passover. പെസഹ ആഘോഷത്തിന്റെ സമയത്ത് റോമാക്കാർ തടവിൽ ഇരിക്കുന്ന ഒരു ജൂതനെ അവർ വിടുതൽ കൊടുക്കും. ரோமருடைய അത് பாரம்பரியம், രോമാക്കാരുടെ പാരമ്പര്യം, அவருடைய வழக்கமாக അത് இருந்தது. അവരുടെ രീതിയാണ്. And therefore he looked at the God's people, the Jewish people, and he asked, അതുകൊണ്ട് ഇസ്രായേൽ ജനങ്ങളോട് പിലാത്തോസ് ഇങ്ങനെ ചോദിച്ചു, should I release Barabbas the robber, or should I release your Christ Jesus? കള്ളനായ ഭരബാസിനെ ഞാൻ വിടുവിക്കട്ടോ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ ഞാൻ വിടുവിക്കണമോ എന്നവൻ ചോദിച്ചു. And his own people, what did they say about Jesus? അപ്പോൾ യേശുവിന്റെ സ്വന്തം ജനം എന്താണ് പറഞ്ഞത്? In John 18 and verse 40 they said, യോഹന്നാൻ 18:40 വചനം, not this man Barabbas, ഇവനെ വേണ്ട, ഭരബാസിനെ മതി എന്നവർ പറഞ്ഞു. ഇവനല്ല, ഇവനെ വേണ്ട, not this man, ഇവനെ വേണ്ട എന്ന് not ആ this ജനം Jesus, യേശുവിനെ നിഷേധിച്ചു. Barabbas, ബറബാസിനെ വേണം, set free Barabbas, ബറബാസിനെ വിടുവിക്കണം, we don't want this Jesus. യേശുവിനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. He was rejected by men. അവന്റെ സ്വന്തം ജനം അവനെ നിഷേധിച്ചു. Isaiah 53 and verse 3 says, 53 വചനം, he was despised and rejected of men. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു. Even today the world rejects him. ഇപ്പോഴും ഈ ലോകം യേശുവിനെ നിരസിക്കുന്നു. They trample the blood of Jesus. യേശുവിന്റെ രക്തത്തെ അവർ കാൽക്കീലിലിട്ട് But ചവിട്ടുന്നു. one day Jesus came and knocked at the heart of our door. പക്ഷെ ഒരു ദിവസം യേശു നമ്മുടെ ഹൃദയത്തിൽ വന്ന് The ചേർന്നു. creator of this universe, the one who created the world, came and knocked at the door of your heart. സർവ്വത്തിന്റെയും സൃഷ്ടാവായ ദൈവം നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽക്കിൽ നിന്ന് വന്ന് അവൻ വാതിൽ കൊട്ടി. Revelation chapter 3 and verse 20, Jesus said, വെളിപ്പാടിന്റെ പുസ്തകം 3 അധ്യായത്തിന്റെ 20 വചനത്തിൽ യേശു പറഞ്ഞു, behold, I stand at the door and knock. If anyone hears my voice and opens the door, I will come into him. ഞാൻ വാതിൽക്കിൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോട് അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. That knock came in our heart. നമ്മുടെ ഹൃദയത്തിൽ യേശു അങ്ങനെ മുട്ടി. Hallelujah. Hallelujah. What did you and I do? നിങ്ങളും ഞാനും എന്താണ് ചെയ്തത്? The world may have rejected you, oh precious Son of God. യഹോവയുടെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ലോകം നിരസിച്ചപ്പോൾ, Your own people might have rejected. സ്വന്തം ജനം യേശുവിനെ നിരസിച്ചപ്പോൾ We said, നമ്മൾ പറഞ്ഞു, into my heart. എന്റെ ഹൃദയത്തിലേക്ക് വരണം, Come into my heart, Lord. എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വരണം, Come in today. എന്റെ ഹൃദയത്തിലേക്ക് ഇന്ന് വരണം, Come in to stay. എന്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണം, Come into my heart, Lord Jesus. എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വരണം യേശുവേ. A beautiful song that ഒരു says, നല്ല പാട്ടുണ്ട്. into my heart, into my heart, come into my heart, Lord Jesus, come in today, come in to stay, come into my heart, Lord Jesus. The day when you said that, എന്ന് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ യേശു വരണം എന്ന് നിങ്ങൾ പറഞ്ഞു, moved the heart of God. അത് ദൈവത്തിന്റെ ഹൃദയത്തിൽ കൊണ്ടു. Hallelujah. Hallelujah. He gave this free gift of eternal hope to you as a free. നിത്യജീവൻ എന്ന സമ്മാനത്തിനെ നിങ്ങൾക്ക് സൗജന്യമായി ദൈവം കൊടുത്തു. Don't you ever think that you have earned it by the work of righteousness. ഒരിക്കലും നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് അത് നേടിയതാണെന്ന് ചിന്തിക്കരുത്. Oh, it is a free gift by mercy is given to you. അത് സൗജന്യമായി ദൈവകൃപ കൊണ്ട്
നിങ്ങൾക്ക് ലഭിച്ചതാണ്. Because you have accepted his son. കാരണം പുത്രനായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചു. Highest gift should be given to you. അതുകൊണ്ടാണ് ഏറ്റവും വിലയേറിയ സമ്മാനം നിങ്ങൾക്ക് കൊടുക്കുന്നത്. Eternal life is given to you. അതുകൊണ്ടാണ് നിത്യജീവൻ എന്ന വിലയേറിയ സമ്മാനം നിങ്ങൾക്ക് കൊടുത്തത്. That is why the Bible says തിരുവചനം ഇങ്ങനെ പറയുന്നു, the eternal life that God promised is found in his son Jesus. യഹോവ വാഗ്ദത്തം ചെയ്ത നിത്യജീവൻ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ ഉണ്ടെന്ന് പറഞ്ഞു. Hallelujah. Hallelujah. Today will you receive him into your heart? ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിക്കുമോ? If you have not accepted him, accept him today. ഒരുപക്ഷെ ഇതുവരെ നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ഇപ്പോൾ നിങ്ങൾ യേശുവിനെ സ്വീകരിക്കണം. If you already received, thank God for the hope of eternal life. ഒരുപക്ഷെ നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രാപിച്ച് നിത്യജീവന് വേണ്ടി നിങ്ങൾ നന്ദി അർപ്പിക്കണം. Hallelujah. Hallelujah. Can you say one more thing very quickly and close? അവസാനമായി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. This blessed hope of eternal life, നിത്യജീവൻ എന്ന വിലയേറിയ അനുഗ്രഹം it leads us to godliness. അത് നമ്മെ ദൈവഭക്തിയിലേക്ക് കൊണ്ടു ചേർക്കുന്നു. 1 Timothy chapter 1 verse 1 to verse 4 and in Tamil it is verse 1 and verse 3. 1 തിമോത്തിയോസിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാം വചനം നമ്മൾ പഠിക്കുമ്പോൾ No time to read, വായിക്കാൻ ഇപ്പോൾ സമയമില്ല, but the Bible says പക്ഷെ വചനം പറയുന്നു, this hope of eternal life, it accords with godliness. നിത്യജീവന്റെ വിശ്വാസം അത് ദൈവഭക്തിയോട് ചേർന്ന് നിൽക്കുന്നു എന്ന്. Hallelujah. Hallelujah. So the hope of eternal life does one thing. നിത്യജീവനിലുള്ള വിശ്വാസത്തിന്റെ പ്രവർത്തികളിൽ ഒന്ന്, It leads us to godliness. അത് നമ്മെ ദൈവഭക്തിയിലേക്ക് നയിക്കുന്നു. Hallelujah. Hallelujah. Not by our godliness, righteousness, we are saved. നമ്മുടെ ഭക്തി കൊണ്ടോ നമ്മുടെ നീതി പ്രവൃത്തി കൊണ്ടോ നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. God has saved us by his, his mercy. ദൈവം തന്റെ ദയയാൽ, ദൈവം തന്റെ കൃപയാൽ നമ്മെ രക്ഷിച്ചിരിക്കുന്നു. Given you the hope of eternal life. നമുക്ക് നിത്യജീവന്റെ വിശ്വാസം കൊടുത്തിരിക്കുന്നു. This hope leads you to godliness. ഈ വിശ്വാസം നിങ്ങളെ ദൈവഭക്തിയിലേക്ക് നയിക്കുന്നതാണ്. In short, we can say, നമുക്കിതിനെ ഇങ്ങനെ പറയാം, you are not saved by your good works, you are saved for good works. നല്ല പ്രവൃത്തിയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് നല്ല പ്രവൃത്തിക്കാണ്. Hallelujah. Hallelujah. So don't confuse, by doing natkriya you can get eternal life. No, நீங்க நற்கிரியை செய்யணும், நீங்கள் பக்தி உள்ளவர்களாக இருக்கணும் என்பதற்காக தான் நித்திய ஜீவன் கொடுக்கப்பட்டிருக்கு. നീതി പ്രവൃത്തി ചെയ്താൽ എനിക്ക് നിത്യജീവൻ പ്രാപിക്കും എന്ന് വിശ്വസിക്കേണ്ട. നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് നീതി പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടിയാണ്, അത് മനസ്സിലാക്കണം. Ephesians 2 and verse 10 tells us so. എഫേസ്യർ 2-ാം അധ്യായത്തിന്റെ 10-ാം വചനം We are പറയുന്നു, made for good works in Christ Jesus. This godliness, we should hold on നാം to. അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തിക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. Hallelujah. Hallelujah. நற்கிரியை செய்கிறதற்காக சிருஷ்டிக்கப்பட்டிருக்கிறீர்கள். സൽപ്രവർത്തിക്കായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. நற்கிரியைனால நீங்க நித்திய ஜீவனை நீங்க சம்பாதித்துக் கொள்ளவில்லை, நற்கிரியை செய்வதற்காக நித்திய ஜீவன் கொடுக்கப்பட்டிருக்கிறது. Hallelujah. 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 You should hold on to that. ആ വിശ്വാസത്തിനെ നമ്മൾ പിടിച്ചുകൊള്ളണം. The moment when you know that the hope of eternal life is given to you, നിത്യജീവൻ നിങ്ങൾക്ക് കൊടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ you will live a life pleasing to the Lord. ദൈവത്തിന് സ്വീകാര്യമുള്ള ഒരു ജീവിതം നിങ്ങൾ നയിക്കും. Godliness is nothing but to live a pleasing life to the Lord. ദൈവഭക്തി എന്നത് ദൈവത്തിന് സ്വീകാര്യമുള്ള രീതിയിൽ ജീവിക്കുന്നതാണ്. Abraham Lincoln, before he became the president of the United States, അബ്രഹാം ലിങ്കൻ അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നതിന് മുൻകാലഘട്ടങ്ങളിൽ went to the slave market. അടിമ വിൽപ്പന നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് He saw a young girl weeping and crying in fear അവിടെ ഒരു കൊച്ചുകുട്ടി പേടികൊണ്ട് കരയുന്നത് കണ്ടു. because she was a Negro. She's in chain. അവൾ കരുത്ത വംശത്തിന് ചേർന്നത് കൊണ്ട് ചങ്ങല കൊണ്ട് അവളെ കെട്ടിയിരുന്നു. She's going to be sold as a slave. അവളെ ആർക്കെങ്കിലും അടിമയായി വിൽക്കാനാണ് അവിടെ വെച്ചിരിക്കുന്നത്. And she's going to be sold. വിൽപ്പനയ്ക്കായാണ് അവൾ അവിടെ ഉള്ളത്. So she began to think about a future and began to cry. അവൾ അവളുടെ ഭാവി ഓർത്തിട്ട് കരയുവാണ്. Oh, will they beat me? എന്നെ അവർ അടിക്കുമോ? Will they abuse me? അവരെന്നെ ദുരുപയോഗം ചെയ്യുമോ? What will happen to me? എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? She was trembling, hand shaking. She
trembling and in fear, don't know what is going on. എന്ത് ചെയ്യണം എന്നറിയാതെ ഭയം കൊണ്ട് അവളുടെ കൈയും കാലും നടുങ്ങുന്നു. Abraham saw that. ഏബ്രഹാം അതിനെ കണ്ടു. Oh, his heart was moved. അവന്റെ ഹൃദയം തകർന്നു. Do you know what he did? അവൻ എന്താണ് ചെയ്തത്? He sold his house. ഏബ്രഹാമിന്റെ സ്വന്തം വീട് വിറ്റിട്ട് With that money, ആ കാശ് he കൊണ്ട് gave to the slave trader and said, I am buying her. ആ യജമാന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഈ പെണ്ണിനെ മേടിക്കുന്നു എന്ന്. ആ പെണ്ണിനെ അവിടെ നിന്ന് മേടിച്ചു. And what did he say? എന്താണ് അവൻ You പറഞ്ഞത്? are free to go. ഇപ്പോൾ നീ സ്വതന്ത്രയാണ്, നിനക്ക് എവിടെ പോകണമെങ്കിലും നീ പോകാം. விலங்கரையும் கொடுத்து உன்னை மீட்டு வாங்கிட்டேன், இப்பொழுது உனக்கு நான் விடுதலையை தருகிறேன், நீ போகலாம். ഞാൻ നിന്നെ വില കൊടുത്ത് മേടിച്ചിരിക്കുന്നു, ഇപ്പോൾ നിനക്ക് നീ എവിടെ വിചാരിക്കുന്നോ അവിടെ നിനക്ക് പോകാം എന്ന് പറഞ്ഞു. But what did she say? പക്ഷെ അവൾ എന്താണ് പറഞ്ഞത്? No, you have paid such a price for me. നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്ര വലിയ വില കൊടുത്തിട്ടുണ്ട്, Let me be your slave. ഞാൻ നിനക്ക് അടിമയായിരിക്കട്ടെ. Hallelujah. Hallelujah. The same way, അതുപോലെയാണ് God has paid such a great price to give this eternal life. നമുക്ക് നിത്യജീവൻ കൊടുക്കുവാനായി ദൈവം ഒരു വലിയ വില തന്നെ കൊടുത്തു. What are we going to say? നമ്മുടെ മറുപടി എന്താണ്? I'm going to go back to this world. I'm going to live as I want. ഈ ലോകത്ത് തന്നെ തിരിച്ചുപോയി ഈ ലോകത്തിലെ ഒരു സാധാരണ ജീവിതം ജീവിക്കാൻ പോകുന്നോ? போய் நான் இஷ்டப்படி வாழ போகிறேன் என்று சொல்ல போகிறோமா? എന്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കും എന്ന് പറയുമോ? Or we are going to say, I will live a pleasing life to you. അല്ലെങ്കിൽ ഞാൻ ദൈവഭക്തിയിൽ ജീവിക്കും എന്ന് പറയുമോ? The hope of eternal life leads us to godliness. നിത്യജീവൻ എന്ന വിശ്വാസം നമ്മളെ ദൈവഭക്തിയിലേക്ക് നയിക്കുന്നു. Shall we all rise up? നമ്മളെല്ലാവരും എഴുന്നേൽക്കാം.